ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കനറ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ പുതിയ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ പുതുതായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഒരു പുതിയ ATM കാർഡ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരുടെ ATM കാർഡിന്റെ വാലിഡിറ്റി തീരുന്ന സമയത്ത്, അതായത് കാലാവധി തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പുതിയ ATM കാർഡ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളത് മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പുതിയ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കനറ ബാങ്ക് ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് കനറ ബാങ്കിൻ്റെ തന്നെ ATM കൗണ്ടറിലാണ് വന്നിട്ടുള്ളത്. ശേഷം നമ്മുടെ ATM കാർഡ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ATM കാർഡ് ഈ ഒരു രൂപത്തിലാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു രൂപത്തിലാണ് നിങ്ങളുടെ ATM കാർഡ് നിങ്ങൾ ATM മെഷീനിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ആ ഒരു ഇൻസേർട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമ്മുടെ കാർഡ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലെ സ്ക്രീന് വന്നിട്ടുണ്ടായിരിക്കും. അതിലിവിടെ താഴെയായിട്ട് ഗ്രീൻ പിൻ ഓർ ഫോർഗോട്ട് പിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ്. ഇവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ പിൻ ഓർ ഫോർഗോട്ട് പിൻ ഫെസിലിറ്റി എനാബിൾസ് യു ടു സെറ്റ് യുവർ ഓൺ പിൻ. നമ്മുടെ സ്വന്തം ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ശേഷം നമ്മളിവിടെ താഴെയുള്ള ജനറേറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് എൻ്റർ യുവർ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ഓഫ് യുവർ ബാങ്ക് അക്കൗണ്ട് നമ്പർ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കറക്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്ലീസ് വെയിറ്റ്, യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്. അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. പ്ലീസ് എൻ്റർ ദ OTP റിസീവ്ഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്പർ നമ്മളിവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കറക്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് വെയിറ്റ്, യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്. പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ATM കാർഡിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് റീ എൻ്റർ യുവർ ന്യൂ പിൻ. വീണ്ടും നമ്മൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 4 അക്ക പിൻ നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് വെയിറ്റ്, യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്. യുവർ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. പ്ലീസ് ടേക്ക് യുവർ കാർഡ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പിൻ നമ്പർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാർഡ് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നോർമലി എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ പുതുതായി ലഭിച്ചുള്ള കനറ ബാങ്ക് ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കനറ ബാങ്ക് ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.